ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ കുറച്ച് ദിവസമായി യൂട്യൂബ് ചാനൽ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാത്തത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ മെയിൻ റീസൺ ഫോണ് കംപ്ലൈന്റ് ആയിപ്പോയി. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോണ് ശരിയാക്കാൻ കൊടുത്തത്. അപ്പം നമുക്ക് മെന്നാന്നായിരുന്നു ഫോണ് ശരിയായി കിട്ടിയത്. അപ്പോൾ മെന്നാന്ന് ശരിയാക്കാൻ കൊടുത്ത് മെന്നാന്ന് തന്നെ കിട്ടി. അപ്പോൾ ഐ എം സോ ഹാപ്പി. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ മെയിൻ കണ്ടന്റ് പറഞ്ഞത് ഒരു റിയൽ ഇൻസിഡന്റ്, എന്റെ ലൈഫിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റ് ആണ്. അതെന്ന് വെച്ചാല് വെൻ ഐ വാസ് കറക്റ്റ് ഏജ് എനിക്ക് ഓർമ്മയില്ല, എന്റെ ഗ്രാൻഡ് ഫാദർ മരിച്ച ദിവസമായിരുന്നു. മരിച്ച് 40 ദിവസം ഉണ്ടാവുമല്ലോ, 40 ദിവസത്തിന് നടന്ന ഒരു ഇൻസിഡന്റ് ആണ്, റിയൽ ഇൻസിഡന്റ് ആണ്. അപ്പോ നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഇത് ഫിക്ഷൻ ആണെന്ന്, പക്ഷെ ഇത് റിയൽ നടന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്താ വിചാരിച്ചാല് ഞാനെല്ലാം കുറച്ച് ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു 15 ഇയേഴ്സാ, ശരിക്കും എനിക്ക് ഏജ് ഓർമ്മയില്ല. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്ന സമയം എന്റെ ഗ്രാൻഡ് ഫാദർ മരിച്ച അന്ന് 40-ന് അന്ന് എല്ലാരും ഉണ്ടായിരുന്നു. അപ്പോ കൊച്ചു കുട്ടികളിട്ടിട്ട് വലിയ പിള്ളേർ വരെ ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാൻഡ് ഫാദർ മരിച്ച അവരെ മക്കളെല്ലാം വരുമല്ലോ. അപ്പൊ അന്നുണ്ടായ സംഭവിച്ചാല് നമ്മളെല്ലാരും മേലെ ഉറങ്ങുന്ന, അതായത് ഏർലി മോർണിംഗ് ഒരു 6 o'clock ആൾക്കാർ വരും, കുറെ ആള് വരും. അപ്പൊ എന്റെ മമ്മന്റെ ബ്രദർ ഉണ്ടാവും, മമ്മന്റെ ബ്രദർ ഇങ്ങനെ ഓരോ വർക്ക് ചെയ്യുന്ന ഒരു ഓണർ ഉണ്ടായിനി. അപ്പൊ അവരെ ഓണറിനെ കണ്ണ് ഫോക്സ് ആയിയാണ്. അപ്പൊ ഫോക്സ് ആയി ഉള്ള ആൾക്കാർക്ക് വേഗം എന്താ പറയാ, ജിന്ന് പിന്നെ ഷെയ്ത്താൻ അങ്ങനത്തെ ആൾക്കാരിലെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഇവര് എന്റെ മൂത്തമ്മ പിന്നെ എന്റെ ഞാൻ പറഞ്ഞ മമ്മന്റെ ബ്രദർ, ഇവര് രണ്ടാളും പിന്നെ എന്റെ മമ്മന്റെ ബ്രദറിന്റെ ഓണർ, ഇവര് മൂന്നാളും സംസാരിക്കുന്നു. ടോക്ക് ചെയ്യുന്ന സമയം പുറത്ത്, അതായത് പുറത്ത് നമ്മള് വീട്ടിനുള്ളിൽ കയറുന്ന ഒരു പ്ലേസ് ഇല്ലേ, അവിടെ കുറച്ച് ചെയർ ഇട്ടിട്ട് കുറച്ചാൾ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോ ഈ എന്റെ മമ്മന്റെ ബ്രദറിന്റെ ഓണർ ബ്രദറിനോട് പറയുന്നുള്ളൂ, ഒരാള് അതാരാന്ന് നല്ല ഹൈറ്റ് ആയിട്ടുള്ള ആള് അങ്ങോട്ട് കാർ ഷെഡിലോട്ട് നടന്നു പോകുന്നു. അപ്പോ എല്ലാവരും നോക്കി, ആർക്കും കാണാൻ പറ്റുന്നുണ്ടായിട്ടില്ല, ആർക്കും കാണുന്നില്ല. പക്ഷെ എവിടെയെന്ന് വെച്ചോളൂ. അപ്പൊ ആർക്കും ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല, ഇവർക്ക് മാത്രം കാണുന്നു. അതായത് ഇവരെ കണ്ണ് ഫോക്സ് ആയുള്ള ആൾക്കാർക്ക് നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവരെ കൊണ്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ പറയുന്നോലോ അതാരാന്ന് ചോദിച്ചോളൂ. അപ്പോ എല്ലാരും പറയുന്നത് നമുക്കറിയില്ല, നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞേ. അപ്പൊ ബാബി മീൻസ് എന്റെ മമ്മന്റെ ഫസ്റ്റ് ബ്രദറിന്റെ എന്താ പറയാ വൈഫ്. അപ്പോ ഇങ്ങനെ ബ്രദറിന്റെ വൈഫാ ബാബി എന്ന് വിളിക്കാം നമ്മളെല്ലാരും. അപ്പൊ ബാബിയും പിന്നെ എന്റെ വേറെ മൂത്തമ്മയുണ്ട്, മമ്മന്റെ സിസ്റ്റർ. ഓരോ ബാബിയും വേഗം തന്നെ ബാക്കിന്നേ പോയുള്ളൂ. അതായത് അവര് പോയ ഡയറക്ഷനിലോട്ട് ഇവര് രണ്ടാള് പോയപ്പോ ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോ ശരിക്കും ഷോക്കായി പോയ ഒരു ഇൻസിഡന്റ് ആണ്. അപ്പോ പിന്നെ ഇതെല്ലാവർക്കും ഭയങ്കര ഒരു സ്റ്റോറി പോലെ ആയി. എല്ലാവരും ഇതൊരു ഹൊറർ ഫാന്റസി പോലെ എല്ലാവരും എടുത്ത്. കാരണം ഞാൻ അടക്കം തന്നെ ഞാൻ ഇതെല്ലാവരും കുറെ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്തൊരു സംഭവമാണ്. അപ്പൊ ഞാനിത് കേട്ടപ്പോ ഞാനും ഭയങ്കര ഷോക്കായി. ഞാൻ വെച്ചാൽ അതൊരു ഇടാൻ ഭയങ്കര, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹൊറർ പിന്നെ അങ്ങനെ കോമിക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് ശരിക്കും നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഇൻസിഡന്റ് ആണ്, ഭയങ്കര ഹൊററാണ്. അത് മാത്രല്ല നമുക്ക് തന്നെ അത് വേറെ ആളെ കണ്ണിലൊന്നും കാണില്ല, അയാളെ കണ്ണില് മാത്രം കാണാൻ വിചാരിച്ച ചില ആൾക്കാര്, എന്റെ വീട്ടിലെ ആൾക്കാർ, ചില ആൾക്കാർ എന്താ പറയുന്നത് വെച്ചാല് അതിപ്പോ മരിച്ച ആള് ജസ്റ്റ് ഒന്ന് ഒരു മുഖം കാണിക്കാൻ വരുന്നു അങ്ങനെ പറഞ്ഞ് വിശ്വാസം ഉണ്ടല്ലോ. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് സോ, നമുക്ക് അങ്ങനത്തെ ഇതിലൊന്നും വിശ്വാസമില്ല. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഞാനൊരു എന്റെ ലൈഫിൽ നടന്ന റിയൽ ഇൻസിഡന്റ് ഷെയർ ചെയ്ത്. സോ hope you guys enjoyed it. Thank you.